ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ്, നമ്മുടെ വീട്ടിൽ ദോശ ഇഡ്ഡലിയൊക്കെ മാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കിന്നിന് നല്ല നിറം വർദ്ധിക്കാനാണെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോയിങ് കിട്ടാനും, നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റൺ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അതേപോലെ സൺ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതെന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയണം. കാരണം ഇതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ ദോശമാവ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഉഴുന്നും 1 പിടിയോളം ചോറും ഇട്ടിട്ടാണ് ഈ ഒരു ഇഡ്ഡലി ദോശക്കൊക്കെ മാവരക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ നമുക്കിന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ദോശമാവാണ്. അപ്പോൾ ഞാൻ ദോശമാവ് ഇതേപോലെ ചെറിയൊരു ബൗളിൽ ഒരു ഇത്തിരി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇത്തിരി എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വലുത് മതിയാകും. അപ്പോൾ ഞാനിവിടെ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഉപ്പിടാത്ത ദോശമാവാണ് എടുത്തേക്കണത് കേട്ടോ. അത് നമ്മൾ ദോശമാവ് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് പുളിച്ച് പൊങ്ങൂല. അപ്പോൾ ആ ഒരു ദോശമാവാണ് എടുത്തേക്കണം. ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാറ്റിയതാണ് കേട്ടോ. ഞാൻ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പോട് കൂടി മുഖത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ദോശമാവാണ്. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് നാരങ്ങാ നീരാണ്. അപ്പോൾ നാരങ്ങാ നീര് ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങാ നീര് ഞാനിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീര് നമ്മളിതിൽ ഇടുന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും, അതേപോലെ ഒരുപാട് ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ സ്കിന്നുള്ള ഓയിലിനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് ഈ നാരങ്ങ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് വേറെ ഒന്നുമല്ല, കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞളായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു നുള്ള് കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മതി, ഒരുപാട് വേണ്ട, ഒരു നുള്ള് മാത്രം മതി നമുക്ക്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മഞ്ഞളായാലും മതി. രണ്ടിനും ഒരേ ഗുണം തന്നെയാണ്. പക്ഷെ നമ്മുടെ മുഖത്ത് ഒരു കളർ പിടിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഒരു നുള്ളിൽ ഇടണ കൊണ്ട് സാധാരണ മഞ്ഞളായാലും മുഖത്ത് അങ്ങനെ സ്റ്റെയിൻ ആകാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ഒരു ദോശമാവ് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നല്ല തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തണുപ്പോട് കൂടി തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഫേസ്. അപ്പോൾ നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് മുഖം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാനും, അതുപോലെ മുഖക്കുരു ഉള്ളവർക്കൊക്കെ മുഖക്കുരു വരാതെയും മുഖക്കുരു വന്ന പാടുകൾ മായ്ക്കാനും, നമ്മുടെ മുഖത്ത് അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ കളയാനൊക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു ലെയർ ഇട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം വേറൊരു ലെയർ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം വേറൊരു ലെയർ, അങ്ങനെ 3 പ്രാവശ്യം ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 3ാമത്തെ ലെയർ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തുള്ള ഈ ഒരു രോമങ്ങളൊക്കെ കളയാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിന്നിലെ കളർ കിട്ടാനാണെങ്കിലും സ്കിന്നിൽ സൺ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടുണ്ട്. അതേപോലെ സ്കിന്നിൽ ചെറിയൊരു കളറുണ്ട്. അതേപോലെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കത് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.